അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 246 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال وقال لهم. വാവ് ചിരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കണേ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് ഉച്ചരിക്കട്ടോ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ലഹും നബിയുഹും. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം ഈ രണ്ടക്ഷരം ഒഴിച്ചിട്ടുള്ള ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതാട്ടോ. ഇവഹാർ ഷഫവി മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇവഹാർ. അപ്പോൾ ഇവിടെ ലഹും നബിയുഹും എന്ന് മണിച്ചിട്ട് ഓതരുത്. ലഹും നബിയുഹും അതുപോലെ ഓതാൻ ശ്രദ്ധിക്കട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അഖമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നിലുള്ള അക്ഷരത്തിന് ഫതഹ് വന്നു. അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്ത് തന്നെ കൊണ്ടുവരാം കേട്ടോ. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ഖദ് ബഅസ ലക്കും. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്. നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫീം ചെയ്യുക. ദാല് ഖൽഖല ലെറ്റർ ആയതുകൊണ്ട് സുക്കൂനാവുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരിക. സ ഉച്ചരിക്കുന്ന സമയത്ത് ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. മഹ്റജ് വരുന്നത് നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ്. നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യുന്ന സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ലകും ത്വാലൂത മലിക. മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം ഈ രണ്ടക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതൊരക്ഷരം വന്നാലും മീം സാക്കിനെ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കുക. ലക്കും പാലൂത്താന്ന് മണിച്ചിട്ട് ഓതരുത്. ലക്കും പാലൂത്ത മലിക. ഖാഫ് ഇസ്തിഅലാന്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ലാമിൻ്റെ കൂടെ വൗമദ് വന്നു. അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക. ത ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. പാലൂത്ത മലിക. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി ഫതഹ തൻവീനിൽ വഖഫ് ചെയ്യുമ്പോൾ മദ് എഴുവാക്കിക്കൊണ്ട് 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആയതുകൊണ്ട് ഉയർത്തിയിട്ട് നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. ലാമിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നു. അഖമൽ ഉന്നനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് സോയറ കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. യകൂനു ലഹുൽ മുൽക്ക്. കാഫിൻ്റെ കൂടെ വൗമദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് കൊണ്ടുവരാം കേട്ടോ. തൊണ്ടക്കുഴി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാഗത്തു നിന്നാണ് ഹ പുറപ്പെടുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കുക. ലാം ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാം. അലൈന വനഹ്നു അഹഖ്. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക കേട്ടോ. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് കൊണ്ടുവരിക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഹ ഹ ഈ 2 അക്ഷരങ്ങളും സൗണ്ടിലുള്ള വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരും. അഹഖു ബിൽ മുൽക്ക്. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തുനിന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫീം ചെയ്യുക കേട്ടോ. ലാം ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. മിൻഹു വലം യുഅ്ത സഅ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇവഹാറിൻ്റെ ലെറ്റർ ആയിട്ടുള്ള ഹ വന്നിട്ടുണ്ട്. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഓതുക. മിൻഹു എന്ന് മണിച്ചിട്ട് ഓതരുത്. മിൻഹു വലം അതുപോലെ ഓതുക കേട്ടോ. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ഹംസ ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. യുഅ്ത എന്ന് ഓതരുത്. യുഅ്ത ഹംസയെ ക്ലിയർ കട്ടാക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. സഅതം മിനൽ മാൽ. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ത ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള മീമ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മീമിലേക്ക് ലയിപ്പിച്ച് ഒന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. സഅതം മിന അതുപോലെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ.
സഅതം മിനൽ മാൽ. ലാം ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ മദ് ആദിൽ സുക്കൂനായിട്ട് മാറും. ലാമിന് നമ്മൾ സുക്കൂന് കൊടുക്കുമ്പോൾ മദ് ആദിൽ സുക്കൂനായിട്ട് മാറും. അപ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ. قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم. قال إن الله ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്റർ ആയതുകൊണ്ട് നാവിൻ്റെ ബേക്ക് മുകളിലേക്ക് പൊക്കിയിട്ട് തഫ്വീം ചെയ്യുക. അലിഫ് മദ് കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. ഇന്നല്ലാഹ് നൂനിന് ശ്രദ്ധ വന്നു. അഖമൽ ഊനനാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കണം. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ അവസാന ഭാഗത്തുനിന്ന് കൊണ്ടുവരാം. തൊണ്ടക്കുഴി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആ ഭാഗത്തു നിന്നാണ് ഹ പുറപ്പെടുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്വീം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ സ്വാദ് ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും നോക്കാം. ഖ ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അതിനെയും നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്വീം ചെയ്യുക. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് കൊണ്ടിട്ട് വെക്കുക കേട്ടോ. ഫ അലിഫ് സൊയറയാണ് കൂടെ വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹ അക്ഷരത്തിൻ്റെ സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. അലൈക്കും വസാദ അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരണം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. സായുടെ സൗണ്ടിന് അസ് എന്നുള്ളൊരു സൗണ്ട്, ഒരു തേനീച്ചയുടെ മൂളലിൻ്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതാണ് കൊടുക്കേണ്ടത്. വസാദഹു സായുടെ കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടി കൊടുക്കുക. ഹ കൂടെ വാവ് സ്വയറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് മാത്രം നീട്ടി കൊടുക്കുക കേട്ടോ. ബസ്തതൗ ഫിൽ ഇൽമി വൽ ജിസ്ം. സീൻ ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ബസ് തോത്തം ഓതരുത് കേട്ടോ. ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്വീം ചെയ്യുക കേട്ടോ. ത ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള ഫ വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് കേൾപ്പിക്കാതെ നോക്കുക കേട്ടോ. ഇവിടെ തെൻവീന് നമുക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാകും. തെൻവീന് 1 കഴിഞ്ഞിട്ട് 1 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇദ്ഗാമിലും ഇഖ്ഫായിലും തെൻവീനുകൾ ഇതുപോലെയാണ് കാണുന്നത് കേട്ടോ. ഇദ്ഹാറിൽ തെൻവീനുകൾ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടും നമുക്ക് കാണാം. അയനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. വൽ ജിസ്ം വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിന് ഹാഫ് സുക്കൂന് കൊടുക്കുക. സീനിനും ഖൽഖല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.